നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുസബ്ബഅത്തുൽ അശ്ർ എന്ന ഒരു ഔഷധക്കൂട്ടിനെ പറ്റിയാണ്. ഉസ്താദേ, ഇത് ഞങ്ങൾക്കറിയാം എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും. ഇത് ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതാണല്ലോ എന്ന് മറ്റു ചിലർ പറയുന്നുണ്ടാകും. അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്താണ് മുസബ്ബഅത്തുൽ അശ്ർ, ഇത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, ഇത് എപ്പോഴാണ് ഓതേണ്ടത്, ഇത് എത്ര വീതം വെച്ചാണ് ഓതേണ്ടത്, എല്ലാം വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. മുസബ്ബഅത്തുൽ അശ്ർ, ഇത് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും, എന്നാലും ഇത് അറിയാത്തവർ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവാം. അതായത് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു കൂട്ടം കെലിമത്തുകളാണ് മുസബ്ബഅത്തുൽ അശ്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മുസബ്ബഅത്തുൽ അശ്ർ നിത്യമായി വെറുതു പോലെ പറഞ്ഞ ഒരു വലിയ മഹാനുണ്ടായിരുന്നു. ആ മഹാനുണ്ടായ അനുഭവം അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചതും അതുപോലെ തന്നെ മഹാനവറുകൾ തിരിച്ചു പറഞ്ഞതുമായ വല്ലാത്തൊരു സംഭാഷണമൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. മുസബ്ബഅത്തുൽ അശ്ർ, അത് പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ, നിരവധി നേട്ടങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നു മുതൽ ഇത് പതിവാക്കണം. പതിവാക്കിയാൽ ഒരു മനുഷ്യൻ പിന്നെ ഒരിക്കലും ഇത് മറക്കൂല, ഒരിക്കലും അവനിക്കിത് ഒഴിവാക്കാൻ തോന്നൂല. അത്രമാത്രം മഹത്വങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസബ്ബഅത്തുൽ അശ്ർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ഔഷധക്കൂട്ടുകൾ, ഒരു കൂട്ടം കെലിമത്തുകൾ ഏതൊക്കെയാണെന്ന്, എങ്ങനെയൊക്കെയാണെന്ന് വിശദമായി ഇന്ന് നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾ കേൾക്കണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുപാട് തെറ്റുകൾ പറ്റിയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം അള്ളാഹു താല വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കൂട്ടം കാര്യങ്ങളാണ്. ഒരു ഔഷധക്കൂട്ടാണിത്. ഇപ്പോൾ നമ്മളൊരു അരിഷ്ടം കഴിക്കുമ്പോൾ, ഒരു കഷായം കഴിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, അതിൽ ഒരുപാട് ഔഷധ ചെടികളൊക്കെ ചേർത്ത് ഔഷധ ഗുണങ്ങളുള്ള വസ്തുക്കളെല്ലാം ചേർത്തിട്ടാണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. എന്നതുപോലെ വിശുദ്ധമായ ഖുർആൻ ആയത്ത് അതൊരു ഔഷധക്കൂട്ടാൻ, അതുപോലെ ദിക്റുകൾ അതും ഒരു ഔഷധക്കൂട്ടാൻ, തസ്ബീഹുകൾ അതും ഒരു ഔഷധക്കൂട്ടാൻ, അതുപോലെ തന്നെ സ്വലാത്ത് അത് വല്ലാത്തൊരു ഔഷധമാണ്. ഈ ഔഷധക്കൂട്ടുകളെല്ലാം ചേർത്തുണ്ടാക്കിയ വലിയ ഒരു ഔഷധം, ഒരു ഒറ്റമൂലിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആ ഒറ്റമൂലിയുടെ പേരാണ് മുസബ്ബഅത്തുൽ അശ്ർ. അയ്യേ ഉസ്താദ്, ഞങ്ങൾക്കറിയാം, ഞങ്ങളിത് എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കിത് എന്താണെന്നറിയില്ല, ഇത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയില്ല. അങ്ങനെയുള്ളവർക്കും ഇത് ഓതുന്നവരും അല്ലെങ്കിൽ ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ടെന്ന് അറിയാവുന്നവർക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമ്മുടെ ഇൽമ് അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടാലോ. മുസബ്ബഅത്തുൽ അശ്ർ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും ഇത് കേട്ട് പരിചയമുള്ളവർക്കും ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഇബ്രാഹിമു തീമി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹിമു തീമി വലിയ സൂഫിയും വലിയ ചിന്തകനും, ഒരുപാട് മസ്അലകൾ ചർച്ച ചെയ്യുകയും ഒരുപാട് തസവ്വുഫിൻ്റെ വലിയ മർത്തബയിലേക്ക് എത്തിയ വലിയൊരു മഹാനാണ്, വലിയൊരു ഷെയ്ഖാണ് മഹാനായ ഇബ്രാഹിമു തീമി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾക്ക് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ 2 പ്രവാചകന്മാരാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. 2 പ്രവാചകന്മാർ ആകാശത്ത് ജീവിച്ചിരിക്കുന്നു, 2 പ്രവാചകന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ പേരാണ് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല ആ ഖിളിർ നബിയുടെ സാമീപ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇബ്രാഹിം തീമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത മുസബ്ബഅത്തുൽ അശ്ർ. ഒരു ദിവസം മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾക്ക് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇജാസത്ത് കൊടുക്കുകയും, ഇജാസത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലാനുള്ള അനുവാദം കൊടുക്കുകയും മഹാനവറുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതനുസരിച്ച് മഹാനവറുകൾ നിത്യമായി കൊണ്ടുപോയിരുന്ന ഒരു ഔഷധക്കൂട്ടാണ് മുസബ്ബഅത്തുൽ അശ്ർ. എല്ലാ ദിവസവും മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾ ഈ മുസബ്ബഅത്തുൽ അശ്ർ ഇങ്ങനെ ഓതുമായിരുന്നു. ഖിളിർ നബിയുടെ ചരിത്രം നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം
പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് ഖിദർ നബിയെ കാണാൻ എന്താണ് ഉസ്താദെ വഴി, ഈ ഖിദർ നബിയുടെ മുഴുവൻ പേരെന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഖിദർ നബിയുമായി ബന്ധപ്പെട്ട് വിശാലമായൊരു ചർച്ച നമ്മൾ വരുന്ന ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല. ഇപ്പോൾ ഈ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ മുസബ്ബഅത്തുൽ അശ്റിനെ പറ്റി നമ്മൾ പറയാം. അപ്പോൾ എല്ലാ ദിവസവും മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾ ഇതിങ്ങനെ പറയുമായിരുന്നു, ഇതിങ്ങനെ ഓതുമായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. നബിതങ്ങളെ സ്വപ്നം കാണുകയാണ്. മാത്രമല്ല ഈ ഇബ്രാഹിം തീമി തങ്ങളെ ഒരുപാട് മലക്കുകൾ ഇങ്ങനെ വന്ന്, ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ആനയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് മഹാനവറുകൾ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വർഗത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മഹാനവറുകൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതൊക്കെ സ്വപ്നത്തിൽ കാണുകയാണ് മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾ. എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ വന്ന് പറയുന്നു, ഓ ഇബ്രാഹിം, നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ ഈ പ്രതിഫലങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? എനിക്കറിയില്ല, ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു എന്നാണ്, എന്ത്? നിങ്ങൾ നിത്യമായി പറയുന്ന ആ മുസബ്ബഅത്തുൽ അശ്ർ, ആ ഒരൊറ്റ അമൽ നിങ്ങൾ നിത്യമായി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള കാരണമെന്ന് മലക്കുകൾ ഈ ഇബ്രാഹിം തീമി തങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. യാ അല്ലാ, പടച്ചോനെ, ഞങ്ങൾക്കും ഇത് പാരായണം ചെയ്യാനും ഞങ്ങൾക്കും മലക്കുകൾ കാണിച്ചു കൊടുത്ത, മഹാനവറുകൾക്ക് കാണിച്ചു കൊടുത്ത ആ ഒരു സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും കാണാനും നീ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ, ആമീൻ. പാവപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മാറണോ? കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി പറയാൻ പോകുന്ന മുസബ്ബഅത്തുൽ അശ്ർ എന്ന ഒരു ഔഷധ കൂട്ട് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ തയ്യാറാണോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതം റാഹത്തിലായി, സന്തോഷത്തിലായി. ദുനിയാവും വിജയിച്ചു, ആഖിറവും വിജയിച്ചു. എന്നിട്ട് വീണ്ടും മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾ പറയുകയാണ്, ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, എൻ്റെ അടുക്കലേക്ക് ഒരുപാട് മലക്കുകൾ വന്നു. ആ മലക്കുകൾ എന്നെയും കൊണ്ടിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാനിങ്ങനെ കാണുകയാണ്. ആ സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബിതങ്ങളും നബിയോടൊപ്പം മുൻകഴിഞ്ഞു പോയ 70 പ്രവാചകന്മാരും എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വരികയാ. മാത്രമല്ല 70 സ്വഫ് മലക്കുകളും അതാ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. 70 സ്വഫ് മലക്കുകളുണ്ട്. ആ ഒരു സ്വഫിൻ്റെ നീളം മശ്രിഖ് മുതൽ മഗ്രിബ് വരെയാണ്. അതായത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെയാണ് മലക്കുകൾ ഇങ്ങനെ സ്വഫായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ 70 സ്വഫ് മലക്കുകൾ, 70 പ്രവാചകന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇവരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ മുത്തായ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മുത്തായ ഹബീബേ, നബിയേ, മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് കുറച്ച് കെലിമത്തുകൾ, കുറച്ച് വാക്കുകൾ പറഞ്ഞു തന്നിരുന്നു. ആ വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഖിളർ നബി എന്നോട് പറഞ്ഞത്, മുത്തായ നബിയെ, നിങ്ങൾ മഹാനായ ഖിളർ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് ഈ മുസബ്ബഅത്തുൽ അശ്ർ എന്നാണ്. അത് സത്യമാണോ നബിയെ? ആ സമയത്ത് മുത്തായ ഹബീബ് പറയുന്നു, അതേ സത്യമാണ്. ഞാൻ എൻ്റെ സഹോദരനാകുന്ന ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അദ്ദേഹം ഔലിയാക്കന്മാരിലെ അബ്ദാലി എന്ന വിഭാഗത്തിൽപ്പെട്ട ഉന്നതനായ വ്യക്തിയാണ് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല, ഭൂമിയിൽ അള്ളാഹുവിന് ചില പ്രത്യേകമായ സംഘങ്ങളുണ്ട്. ആ സംഘത്തിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം. ആ ഖിളർ എന്ന പ്രവാചകർക്ക്, ഖിളർ എന്ന വലിയ സ്വാത്വികനായ മനുഷ്യന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഔഷധക്കൂട്ടാണ് ഇത്. നമ്മുടെ ഭാഷയില്ല, നബിതങ്ങൾ പറയുന്നു, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കെലിമത്തുകളാണ് ഈ മുസബ്ബഅത്തുൽ അശ്ർ. അതൊരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നതാണ്, അവനിക്ക് എല്ലാ നന്മകളും കിട്ടുന്നതാണ്. മാത്രമല്ല, അവൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. എത്രത്തോളം? അവൻ്റെ വൻ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്.
അള്ളാഹുവിൻ്റെ ഒളബ്, അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവലുണ്ടാകുന്നതാണ്. മാത്രമല്ല ഈ മുസബ്ബഅത്തുൽ അശ്ർ എന്ന ഈ ഒരു കൂട്ടം കെലിമത്തുകൾ, കുറച്ച് ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, അതുപോലെ ഖുർആൻ ആയത്തുകളുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ അവൻ പറയുന്ന കാലത്തോളം മലക്കുകളോട് അള്ളാഹു പറയും, അവൻ്റെ ഒരു തിന്മയും നിങ്ങൾ കിതാബിൽ എഴുതല്ലേ, കിതാബിൽ എഴുതണ്ട, അവൻ വിജയിയാണ്, കാരണം അവൻ മുസബ്ബഅത്തുൽ അശ്ർ പറയുന്നുണ്ട് എന്ന് മലക്കുകൾ അവനോട് പറയുമെന്നെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്രാഹിം തീമി തങ്ങൾക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, എൻ്റെ ഉപ്പമാരെ, എൻ്റെ ഉമ്മമാരെ, ഇൻഷാ അല്ലാഹ് നമുക്കും ആ സൗഭാഗ്യം കിട്ടണം. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുടങ്ങാതെ ഒരല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. മഹാന്മാർ പറയുന്നുണ്ട്, ഈ മുസബ്ബഅത്തുൽ അശ്ർ ഓതാൻ നല്ല ഒരു സമയമെന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവുമാണ്. സുബഹിക്ക് ശേഷം നമ്മൾ ഓതുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത് ഓതി തീർക്കണം, നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. അതുപോലെ മഗ്രിബിന് ശേഷം ഓതുകയാണെങ്കിൽ ഇശാഇന് മുമ്പായി നമ്മൾ ഓതി തീർക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മുസബ്ബഅത്തുൽ അശ്ർ ഏതൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. ഒരുപാട് റിവായത്തുകളുണ്ട്, പല റിവായത്തിലും ഇത് വ്യത്യാസമുണ്ടാകും. എന്നാലും ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ഇനി പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഓതാം. ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത ചില ആയത്തുകളും ചില ദിക്റുകളുമാണ് ഈ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് കരസ്ഥമാക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇത് വലിയ സൂറത്തുൽ ബഖറയോ സൂറത്ത് ആലി ഇംറാനോ ഒന്നുമല്ല, വളരെ ചെറിയ സൂറത്തുകളാണ്. ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിഹ നല്ല വൃത്തിയിൽ ഉണ്ടാവണം. നല്ല വുളുവൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഓതാൻ തുടങ്ങുക. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാവശ്യം ഓതണം? 7 വട്ടം ഓതണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ബർക്കത്തിനായി ഒരു പ്രാവശ്യം ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം ഓതണം. നമ്മൾ ഇവിടെ ഓതുന്നത് ഒരു പ്രാവശ്യമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഓതിയില്ലേ, ഇനി ഇതുപോലെ 6 പ്രാവശ്യം, മൊത്തം 7 വട്ടമാണ് സൂറത്തുൽ ഫാത്തിഹ ആദ്യം നമ്മൾ ഓതേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓതേണ്ടത് സൂറത്തുൻ നാസ് ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. നമ്മളിപ്പോൾ ഒരു വട്ടമേ ഓതിയിട്ടുള്ളൂ. ഇതുപോലെ 6 വട്ടം കൂടി ഓതണം. അതായത് മൊത്തം 7 പ്രാവശ്യം സൂറത്തുൻ നാസ് ഓതുക. അത് കഴിഞ്ഞ് 7 വട്ടം സൂറത്തുൽ ഫലഖ് ഓതണം. നമുക്കിത് ഇവിടെ ഒരു പ്രാവശ്യം ഓതാം. എല്ലാവരും ഒന്ന് ചോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് പിന്നെ 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 7 വട്ടം ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിക്കോട്ടോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. അത് കഴിഞ്ഞ് പിന്നെ 7 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. 7 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതി. ഇനി 7 വട്ടം ആയത്തുൽ കുർസി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. 7 വട്ടം ആയത്തുൽ കുർസി ഓതി. അപ്പോൾ ആദ്യം എന്താണ്? 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൻ നാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ, 7 വട്ടം ആയത്തുൽ കുർസി. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തുകളാണ്. അപ്പോൾ ഇത് 6 എണ്ണവും നമ്മൾ 7 പ്രാവശ്യം വീതം ഓതുക. അത് കഴിഞ്ഞ് പിന്നെ തസ്ബീഹിലേക്ക് നമ്മൾ കടക്കുന്നു, ദിക്റിലേക്ക്, തസ്ബീഹിലേക്ക്. ഇനി പറയുന്നത് 7 വട്ടം ഓതണം. ഏതാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊക്കെ നമ്മൾ ഓതാറുള്ളതാ 7 വട്ടം. ഒന്നുകൂടി നമുക്ക് ഓതിയാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് 7 വട്ടം നമ്മൾ ഓതണം. അത് കഴിഞ്ഞിട്ടോ ഒരു സ്വലാത്താണ്. ഏത്? ഇബ്രാഹിമിയ സ്വലാത്ത്. അതെങ്ങനെയാണ് ഓതേണ്ടത്? അതും 7 വട്ടമാണ് കേട്ടോ ഓതേണ്ടത്. എല്ലാം 7 പ്രാവശ്യം വീതം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമിയ സ്വലാത്ത് 7 വട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുആയാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം ഓതുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നിയേക്കാം. പക്ഷേ ഇത് നമ്മൾ നിത്യമായി ഓതിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണ്, എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ 7 വട്ടം അത് നമ്മൾ ഓതുക. ഏതാണത്? അല്ലാഹുമ്മ ഗുഫിർലി വലിവാലിദയ്യ വർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഇവിടെ ചില റിവായത്തിൽ അല്ലാഹുമ്മ ഗുഫിർ ലനാ വലിവാലിദയ്യ, മഗ്ഫിർ ലനാ എന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് എന്നർത്ഥം പറഞ്ഞത് ബഹുവചനമായി. ഇവിടെ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഗുഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ എന്നാണ്. അല്ലാഹുമ്മ ഗുഫിർ ലനാ എന്നും പറയാം, അല്ലാഹുമ്മ ഗുഫിർലി എന്നും പറയാം. ഇവിടെ നമ്മൾ അല്ലാഹുമ്മ ഗുഫിർലി എന്നാണ് ഈ ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗുഫിർലി വലിവാലിദയ്യ വർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അത് 7 വട്ടം. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് പറയുന്ന ചില സംഭാഷണമാണ്. ഒരു അടിമ അള്ളാഹുവിലേക്ക് പറയുന്ന വല്ലാത്തൊരു വർത്തമാനമാണത്. ഏതാണത്? അല്ലാഹുമ്മ ഫ്അൽ ബി. ചില റിവായത്ത് അല്ലാഹുമ്മ ഫ്അൽ ബിനാ എന്നുമുണ്ട്. ഏതും നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് ബി എന്നാണ്. അവസാനമായി നമ്മൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ചേർത്തിട്ട് അള്ളാഹുവിലേക്ക് ഒരു അടിമ നടത്തുന്നൊരു സംഭാഷണമാണ്. വല്ലാത്തൊരു വാക്കാണ് ആ പറയുന്നത്. അള്ളാഹുവേ, എൻ്റെ എല്ലാ തെറ്റുകളും, അല്ലെ എൻ്റെ ചെറുതും വലുതും ഒക്കെ ആയ ഞങ്ങളുടെ എല്ലാ തെറ്റുകൾ എല്ലാം നീ പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു വർത്തമാനമാണ് 7ാമതായി നമ്മൾ പറയുന്നത്. ഇതും 7 വട്ടമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഏതാണത്? അല്ലാഹുമ്മ ഫ്അൽ ബിനാ വബിഹിം ആജിലൻ വ ആജിലൻ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ മാ അൻത ലഹു അഹ്ലുൻ വലാ തഫ്അൽ ബിനാ വബിഹിം യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ലുൻ ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. ഇതും 7 വട്ടം നമ്മൾ പറയുക. ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഫ്അൽ ബിനാ വബിഹിം ആജിലൻ വ ആജിലാ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ മാ അൻത ലഹു അഹ്ലുൻ വലാ തഫ്അൽ ബിനാ വബിഹിം യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ലുൻ ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. ഇതാണ് നമ്മൾ അവസാനമായി നമ്മൾ ഇതിൽ പറയുന്നത്, മുസബ്ബഅത്തുൽ അശ്റിൽ പറയുന്നത്. ഇതും ഒരു 7 വട്ടം. അൽഹംദുലില്ലാ ഇത് പറഞ്ഞാൽ
നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണെന്നറിയോ? അള്ളാഹുവെ പടച്ചോൻ, ഇത് ഞങ്ങൾക്ക് നിത്യമാക്കാൻ നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ഈ മുസബ്ബഅത്തുൽ അശ്ർ 7 വട്ടമാണ് നമ്മൾ ഇതെല്ലാം പറയേണ്ടത്. ഇതൊന്ന് പറഞ്ഞ് ഇത് ഉസ്താദ് ഇത് ഒരുപാട് സമയം പിടിക്കും. ഇല്ല, ഒരുപാട് സമയമില്ല. ഇത് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഇങ്ങനെ സാവകാശം പറയുമ്പോൾ ചിലപ്പോൾ സമയം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പിടിച്ചേക്കാം. പക്ഷേ ഇത് ഒറ്റക്ക് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാം. എളുപ്പത്തിൽ പറയുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക. ഇത് നിങ്ങൾക്ക് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാം. സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ നാസ് 7, സൂറത്തുൽ ഫലക്ക് 7, അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓതാൻ എളുപ്പമുണ്ട്. പിന്നെ ഈ ആയത്തുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഇത് നോക്കി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അതൊന്ന് നടുക്ക് നിൽക്കുക. അപ്പോൾ പൗസ് നിൽക്കും, അപ്പോൾ നിൽക്കോടെ, എന്നിട്ട് അത് എഴുതിയെടുത്തിട്ട് നിങ്ങളത് ബാക്കി പ്ലേ ചെയ്ത് ബാക്കിയും കൂടി എഴുതിയെടുക്കുക. അങ്ങനെ നമ്മളിത് എഴുതിയെടുത്തിട്ട് ഒരു 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. നമുക്ക് എഴുതിയെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകും. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. അള്ളാഹു വല്ലാത്ത പ്രതിഫലമുള്ളതാണ്, വല്ലാത്ത പവറുള്ള ഒരു ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ ഒരു കൂട്ടായ്മയാണിത്. ഇത് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഇത് നിത്യമായി കൊണ്ടുപോകാൻ ഇതൊരു വിറുതാണ്. ഇത് നമുക്ക് മഹത്തുക്കൾ ഇജാസത്ത് നൽകിയതാണ്, അനുവാദം നൽകിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ധൈര്യമായി നമുക്ക് ചൊല്ലാം. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റി അള്ളാഹു എല്ലാവിധ ദുന്യാവിലും ആഖിറത്തിലും ഒരുപാട് നന്മകൾ നമുക്ക് നൽകാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വർഗം നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് നമുക്ക് മരിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു കെലിമത്തുകളാണ് ഈ മുസബ്ബഅത്തുൽ അശ്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പ്രത്യേകമായി നമ്മൾ പഠിച്ചെടുത്ത് പറയുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഇത് വളരെ എളുപ്പമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇത് നിത്യമായി പറയാനും അതുവഴി വലിയ രൂപത്തിൽ പ്രതിഫലം കിട്ടിയ സ്വർഗത്തിൽ കടക്കാനും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുമൊക്കെ വലിയ തൗഫീക്ക്, വലിയ നന്മകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അള്ളാഹു നമ്മളോട് ആരെല്ലാം ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഈ മുസബ്ബഅത്തുൽ അശ്റിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.